എല്ലാവർക്കും ഡേ 4 ഡാന വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന്. യെസ് ഗായ്സ്, വാട്ട് ഈസ് ഇൻ മൈ ബാഗ്? എന്താണ് എൻ്റെ ഈ ബാഗിൽ ഉള്ളത്? ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു ഗായ്സ്, എന്താണ് എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ നടക്കാറ്. ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ ഈ ബാഗില്ലാതെ ഞാൻ പോവില്ല. വേസ്റ്റ് ബാഗ്, ചെസ്റ്റ് ബാഗ് എന്നൊക്കെ വേണം നമുക്ക് പറയാം കേട്ടോ. അപ്പം ഈ ബാഗില്ലാതെ ഞാൻ ഇങ്ങോട്ട് പോകില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ എൻ്റെ ഈ ബാഗ് എടുക്കാതെയാണ് ഗൈസ് എല്ലായിടത്തും പോകുന്നത്. റീസൺ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അലക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത് വാങ്ങിയതിൽ പിന്നെ ഞാൻ എൻ്റെ ഈ ബാഗിനെ വെള്ളം കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, നിറച്ച് ചെളിയായി, പൊടിയായി, കളർ വരെ മങ്ങിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് എന്താക്കണം, വെള്ളം കാണിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് കൊണ്ടുള്ള മടി കാരണം അതിൻ്റെ അടുത്താണ് വേറെ ബാഗും ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനിത് പുറത്ത് കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പേഴ്സ്, എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവരുടെയൊക്കെ കൈ കൂടി അല്ലെങ്കിൽ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലാണ് ഞാൻ സൂക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമുക്ക് ഈ ബാഗ് നമ്മുടെ കയ്യില്ലാതെ പറ്റില്ല. കാരണം എൻ്റെ ഫോൺ, എൻ്റെ ക്യാമറ, ഈ സാധനങ്ങളൊന്നും എനിക്ക് ഈ ബാഗില്ലാത്തതുകൊണ്ട് എവിടെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോക്കറ്റിൽ തന്നെ, നമ്മുടെ ജീൻസിൻ്റെ ഒക്കെ പോക്കറ്റിൽ തന്നെയാണ് നമ്മുടെ ഫോൺ ഇടുന്നെങ്കിലും ഫോണൊക്കെ ചാടിപ്പോവും. ഇതാണെങ്കിൽ വളരെ സേഫാണ്, നമ്മുടെ ചെസ്റ്റിലാണ് താനും, വേഗം ആർക്കും വന്ന് ഓടി എടുത്തുകൊണ്ട് പോക്കറ്റ് അടിക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വെരി സേഫാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്, എൻ്റെ ഈ ബാഗിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണാനുള്ള ആകാംക്ഷ ഒരുപാട് പേർക്കുണ്ടെന്നുള്ള കാര്യം ഗായ്സ് ഐ നോ. എനിക്കറിയാനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്, എന്താ ഇങ്ങനെ ചെസ്റ്റിലിട്ട് ഇത്ര സൂക്ഷിച്ച് എന്താ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല. യെസ് ഗായ്സ്, ദൂരത്തും വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചക്കരക്കുട്ടി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ബാഗിൽ എൻ്റേതായിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നതാണെന്ന് നമുക്ക് നോക്കിയാലോ. യെസ് ഗായ്സ്, അപ്പം നമുക്ക് നമ്മുടെ എന്താക്കാം, വീട്ടിലേക്ക് കിടക്കാം ഗായ്സ്. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പം എനിക്ക് ഈ ചെസ്റ്റ് ബാഗ് കിട്ടുന്നതും അതുപോലെ തന്നെ ഇതിനോടുള്ളൊരു ക്രേസ് വരുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അത് എൻ്റെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ അങ്ങനെ ഗിഫ്റ്റ് തന്നതിന് ശേഷം ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഇതല്ല, ഇതിൻ്റെ ബ്ലാക്ക് കളർ ബാഗ്, ആ ബാഗാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ബാഗ് കിട്ടുന്നത്. പിന്നെ എനിക്ക് എന്താക്കി, ഈ ബാഗിനോട് ഒരു ക്രൈസ് വരാൻ തുടങ്ങി. എവിടെ പോയാലും ഞാൻ ആ ബാഗ് എടുക്കാതെ പോവില്ല. കാരണം അതൊരു സേഫ്റ്റി, എനിക്കൊരു സേഫ്റ്റി പോലെ, എനിക്ക് സേഫ്റ്റി തരുന്ന പോലെ തോന്നുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ബാഗ് ഇടാതെ ഞാൻ എങ്ങോട്ട് പോവില്ല. അതിൻ്റെ കളർ ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പം നിങ്ങൾ എവിടെ പോയാലും കൊണ്ടുപോകുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ബാഗിനേക്കാളും കൂടുതൽ എനിക്ക് ബാക്ക് പാക്കും ഇഷ്ടമാണ്. ഞാൻ ബാക്ക് പാക്കും അതുപോലെ തന്നെ ഫ്രണ്ട്ലി ബാഗും ഇടും, എനിക്കിഷ്ടമാണ്. ബാക്ക് പാക്ക് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ സാധനങ്ങൾ നമ്മുടെ ബാക്ക് പാക്കിൽ നമുക്ക് സൂക്ഷിക്കാം അല്ലേ. അപ്പം ഇങ്ങനത്തെ ബാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമറ, നമ്മുടെ ഫോൺ, നമ്മുടെ പേഴ്സ്, നമുക്ക് മെയിൻ വേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നമ്മുടെ സൈഡ് ബാഗ് പോലത്തെ. പണ്ടൊക്കെ സൈഡ് ബാഗായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ സൈഡ് ബാഗ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ബാഗാണ് ഭയങ്കര ഇഷ്ടമാണ്, മോസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ ബാഗ് എനിക്ക് അങ്ങനെയാണ് ഗായ്സ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ കയ്യിലേക്ക് വന്നിട്ട് 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് ആ ബാഗ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ ഇങ്ങനത്തെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങി, ഇതിനോട് ഭയങ്കര ക്രേസ് വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് ആ ബാഗിൻ്റെ സിബ് തന്നെ പോകാൻ തുടങ്ങി. നമുക്കറിയില്ലേ, സിബ് തുറക്കുമ്പോൾ ഈ നടുവേ ഇങ്ങനെ കീറിയിരിക്കുന്നത്, സിബിൻ്റെ പ്രോബ്ലമായിട്ട് ആ ബാഗിന് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ നിലത്ത് ചാടി പോകാനൊക്കെ തുടങ്ങി. ഞാൻ പിന്നെയാണ് കാണുന്നത്, അങ്ങനെ പുറകെയൊക്കെ പോയി എടുത്ത ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ബാഗിന് മാറ്റാനുള്ള സമയമായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ ഈ ബാഗ് മാറ്റാൻ തീരുമാനിക്കാം. ഈ ബാഗ് പോലത്തെ വേറൊരു ബാഗ്, അതൊരു ഗ്രീൻ ബാഗ് നിങ്ങൾക്കറിയില്ലേ, അത് നമുക്ക് നമ്മുടെ ഈ വേസ്റ്റ് ബാഗ് തന്നെ നമ്മുടെ വേസ്റ്റിലും ഇടാം, നമുക്ക് വേണം ചെസ്റ്റിലും ഇടാം കേട്ടോ. അപ്പം ഞാൻ 2 തരത്തിൽ ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേപോലത്തെ വാങ്ങണം എന്ന് ആഗ്രഹമായിട്ട് ഞങ്ങൾ 3 പേര് അതുപോലത്തെ വാങ്ങി. ഞാൻ ഗ്രീൻ വാങ്ങി, പൈങ്കിളി ബ്ലാക്ക് വാങ്ങി, വാവാറ്റി അതിൻ്റെ റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് വാങ്ങി കേട്ടോ. അങ്ങനെ ഒരുപാട് നാൾ അത് യൂസ് ചെയ്തു. അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ഭംഗി പോകാൻ തുടങ്ങി, അതിൻ്റെ ഒരു ഓറ പോകാൻ തുടങ്ങി. ഇപ്പം ഞാനത് മാറ്റിയിട്ട് പിന്നെയാണ് ഞാൻ ഈ ബാഗ് ആക്കിയത് കേട്ടോ. അപ്പം ഈ ബാഗ് ഞാൻ ഓർഡർ ചെയ്യുന്നത് മീഷോയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്.
മീഷോയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഈ ബാഗ് തന്നെ വന്നു. അപ്പം എനിക്ക് ഈ ബാഗിൻ്റെ ഈ കളർ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ കളറായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് ഈ ബാഗാണ്. എനിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടി ഓർഡർ ചെയ്തു, എനിക്കിഷ്ടപ്പെട്ട കളർ. പിന്നെ വന്നത് ഇതേ ബാഗ്. പിന്നെ ഞാനത് തിരിച്ചയച്ചിട്ട് ഒന്നും കൂടി ഞാൻ ഓർഡർ ചെയ്ത് ലാസ്റ്റ് വന്നത് ഇത്. ആലോചിച്ച് നോക്കുക, ഭയങ്കര ഭാഗ്യമല്ലേ. എനിക്ക് കലി കയറി. പക്ഷെ ഞാൻ ഓർത്തു ഇപ്പം 3 പ്രാവശ്യം ഇത് തന്നെ വരണമെങ്കിൽ ഇതിന് എന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്താക്കി, റിട്ടേൺ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഈ ബാഗ് തന്നെ ഞാൻ എടുത്തു. അങ്ങനെയാണ്, എനിക്ക് സത്യം പറഞ്ഞത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ബാഗ് എനിക്ക് വേണ്ടി എടുത്തു ഗൈസ്. ഇപ്പം ഈ ബാഗ് എൻ്റെ കൂടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഈ ബാഗാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ ഒരു ഗാർഡിയനായിട്ടല്ല, എൻ്റെ ഒരു സേഫ്റ്റിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഈ ബാഗ് ഇല്ലാത്തൊരു ഇതില്ല. അങ്ങനെ ഈ ബാഗ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ നിർത്തി, ഈ ബാഗിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളൊന്നും കൊള്ളില്ല നിർത്തി. പക്ഷേ ഈ ബാഗ് ഭയങ്കര കിണ്ണനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ബാഗിനുള്ളിൽ ക്യാമറ, ഫോണ്, എല്ലാ സാധനങ്ങളും ഈ ബാഗ് ക്യാരി ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിലിടുവാണെങ്കിൽ തന്നെ ഞാൻ വയറിങ്ങനെ വീർത്തിരിക്കുന്നു. അതത്ര ബോറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ബാഗിൽ എല്ലാ സാധനങ്ങളും കൊള്ളുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ ലോഡ് കൊടുക്കില്ല. ഞാൻ എൻ്റെ ക്യാമറ എൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഫോൺ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഈ ബാഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ഒന്നും എടുക്കാറില്ല. എനിക്ക് വേണ്ട, ഞാൻ എന്താ പറയുക, നമ്മുടെ ചീപ്പ് ലിപ്സ്റ്റിക്ക് സാധനങ്ങളൊക്കെ എൻ്റെ പോക്കറ്റിൽ തന്നെ ഇടാറുണ്ട്. പക്ഷേ പോക്കറ്റിലിടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ വേറെ വല്ല സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചാടിപ്പോകുന്ന പ്രശ്നം. അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സ്, ഈ ഒരു വേസ്റ്റ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വേസ്റ്റ് ബാഗ് ഇത് കഴിഞ്ഞ വടം അലക്കാൻ കൊണ്ടിടുക. കാരണം ഇതെൻ്റെ കോല അത്രയ്ക്ക് മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അലക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ എന്താ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇരുന്നാണ്. കുറേ നാളെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിപ്പാണ്. പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോ എടുത്തില്ല. അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കല്ലേ. യെസ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു വേസ്റ്റ് ബാഗിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെ അലക്കിയിട്ട് കഴിഞ്ഞ് ഇവൻ ഉണങ്ങിയിട്ട് വേണം. ഇനിയിപ്പം മഴയും കൂടെ ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇതൊക്കെ ഉണങ്ങി കിട്ടുന്നത് എനിക്ക് അറിയത്തില്ല. പുതിയതൊരെണ്ണം ഓർഡർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പുതിയതൊരെണ്ണം വാങ്ങണം. ഇതിൻ്റെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ കളറില്ലേ, മുമ്പ് പറഞ്ഞില്ലേ, ആ കളർ വാങ്ങണം ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വയലറ്റും എന്താ പറയുക, പച്ചയും നീല കൂടി ചേർന്ന് നല്ല രസമുള്ള മോസ്റ്ററിനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ബാഗിൻ്റെ കളറൊക്കെ മുഴുവനും പോയി, ആകെ ഇത് മുഷിഞ്ഞു. ഇനിയിപ്പോൾ അലക്കി എടുത്താൽ തന്നെ നന്നായിട്ട് കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. ഈ പൊടിയൊക്കെ അടിച്ച് എന്താ പറയുക, അങ്ങനെ ആയിട്ട് ചീത്തയായിപ്പോയി. കാണുന്നോടത്തൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ചെളിയൊക്കെ ഇത് വഹിച്ചുകൊണ്ട് വരും. എന്തായാലും ഗായ്സ്, നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ബാഗിനെ നമുക്ക് എന്താക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലക്കാനിടണം. ഓനോ, അതെന്താ ഗായ്സ്, തേനീച്ചയാണോ? തേനീച്ചയല്ല, മഞ്ഞയും ബ്ലാക്കും കളറുള്ള വലിയൊരു ടൈപ്പ്. അയ്യോ, അതെന്താ, അതിൻ്റെ പേരെന്താ ഗൈസ്? എന്തൊരു ടൈപ്പ് ബീ ആണ്, എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് ടൈപ്പ് ബീസ് വരും കേട്ടോ ഗൈസ്. നമ്മുടെ വേട്ടാളൻ, യെസ്, വേട്ടാളൻ വരും. പിന്നെ തേനീച്ച, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ വരും കേട്ടോ. തേനീച്ചയൊക്കെ നമ്മുടെ ഈ മുകളിൽ കൂടി ഇങ്ങനെ പറന്നു നമുക്ക് ശരിക്കും ഇങ്ങനെ കേൾക്കാൻ പറ്റുമേ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എൻ്റെ ബാഗിൽ എന്താണെന്നുള്ളത് നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നുണ്ടല്ലേ. യെസ്, അപ്പോൾ തന്നെ നമുക്ക് ഈ ബാഗ് അങ്ങനെ അഴിക്കാം. അപ്പം ഈ ബാഗ് ഗൈസ് ഇതുകൊണ്ടില്ലേ, ഈ ബാഗിന് നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുകൊണ്ടില്ലേ, ഞാൻ പിന്നെ ഇത് ഇങ്ങനെയല്ല അഴിക്കാറുള്ളത്, ഞാൻ എൻ്റെ തലേൻ്റെ മുകളിൽ കൂടി അഴിക്കാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ തലേൻ്റെ മുകളിൽ കൂടി ഞാൻ അഴിക്കുന്നില്ല. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. യെസ്, ഒന്ന് കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ ഇത്. ഞാൻ ചിലപ്പോൾ എന്താക്കുന്ന അറിയാം, എൻ്റെ കഴുത്ത് തൂക്കിയിടും. എൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിടും. വേസ്റ്റിൽ ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ ഞാൻ ഇങ്ങനെയാണ് കൂടുതലായിട്ടും ഇടുന്നത് കേട്ടോ. എൻ്റെ വയറ്റ് തൂക്കിയിടും. അല്ലാതെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇടുവായിരുന്നു. ഞാൻ ഇങ്ങനെ ഇടും, ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പിലൊക്കെ ഞാൻ ഗൈസ് എൻ്റെ ബാഗ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാഗിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. അപ്പോൾ നോക്കാം, 1 2 3 4 കള്ളികളാണുള്ളത്. അതാണ് ഈ ബാഗിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റി. 4 കള്ളികളുണ്ട്. ഞാനല്ലല്ലോ ഏത് ബാഗ് എടുത്താലും അതിന് ഒരുപാട് പോക്കറ്റ്സ് ഉണ്ടോയെന്ന് നോക്കുക. കാരണം പോക്കറ്റുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഓരോ കള്ളിയിലായിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പം ചില്ലറ പൈസ ഒരു കള്ളിയിൽ, ടവൽ ഒരു കള്ളിയിൽ, അങ്ങനെ, മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ബാഗിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് സൂക്ഷിക്കുന്നതെന്ന് ഗൈസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ? അതെല്ലേ, ഓരോരുത്തരുടെ ബാഗിൽ അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളായിരിക്കും അല്ലാതെ സൂക്ഷിക്കുക അല്ലേ. അപ്പോൾ എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ വേറൊരു ബാഗുണ്ട്, ആ ബാഗിൻ്റെ ഉള്ളിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് സൂക്ഷിക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാവേ. അപ്പോൾ ഫസ്റ്റ് കള്ളി ഞാൻ തുറന്നിട്ടുണ്ട്.
ഇതുണ്ടോ ഫസ്റ്റ് കള്ളി തുറന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കള്ളിയിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയോ കുറേ ചാടുന്നുണ്ട് കേട്ടോ. അയ്യോ ഇതേ ചാടി കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതേ ചാടുന്നുണ്ട് കേട്ടോ ഗൈസ്. യാ അപ്പം നോക്കിയേ, ഇത്രയും സാധനങ്ങളാണ് ഫസ്റ്റത്തെ കള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെന്താല്ലേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്പ്രേ ആണ്. ഇത് 20 റുപ്പീസിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. ഇതുണ്ട്, ഇത് ചെമ്പകം എന്ന് പറഞ്ഞ സ്പ്രേ ആണ്. ചെമ്പകമുണ്ട്, ജാസ്മിനുണ്ട്. ഊഫ് എൻ്റെ മോനെ കിണ്ണൻ സ്മെല്ലാട്ടോ. ഇത് നമ്മളെല്ലാ ജാസ്മിനും എല്ലാ ചെമ്പകവും എല്ലാം യൂസ് ചെയ്യാറുള്ളത്. ഒരു ടൈപ്പ് ചെമ്പകവും ഒരു ടൈപ്പ് ജാസ്മിനുണ്ട്. ഞാൻ അതാ പോയി എൻ്റെ സ്കൂൾ ടൈമിൽ അതാ അതിൻ്റെ അടപ്പ്. ഓ അവസ്ഥ നോക്ക് എൻ്റെ ചെയറിൻ്റെ അടിക്ക്. അമ്മോ ഇതിനൊക്കെ ജീവനുണ്ടെന്ന് തോന്നുന്നു. അതിലും ഈ ജീവനില്ലാത്ത സാധനങ്ങളുണ്ടല്ലോ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഭയങ്കര മുമ്പിലാണ്. നിങ്ങൾക്ക് എപ്പോഴേക്കും കൈയും കാലും മുളയ്ക്കും. ഇത് കണ്ടോ, കൈയും കാലും മുളച്ചിട്ട് ചാടിപ്പോയത്. ചിലപ്പോൾ കയ്യിലെടുത്താൽ കയ്യിൽ നിന്ന് പിന്നും ചാടിപ്പോ, പിന്നെ എടുക്കും, പിന്നെ ചാടിപ്പോ, പിന്നെ എടുക്കും. അയ്യോ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ജീവനില്ല നമ്മൾ പറയും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് ഗൈസ്. എല്ലാത്തിനും ജീവനുണ്ട്. അപ്പോൾ നോക്കിയേ, ഇത് ചെമ്പകം എന്ന് പറഞ്ഞ സ്പ്രേ ആണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ +1 +2 ഞാൻ കൂടുതലായിട്ട് ഞാൻ സ്പ്രേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാമ്പിൾ ആയിട്ടുള്ള സ്പ്രേ ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെമ്പകം, പിന്നെ നമ്മുടെ ഈ 50 റുപ്പീസിൻ്റെ ഉള്ളിൽ വരുന്ന സ്പ്രേ ഉണ്ട്. അതിൻ്റെ 30 രൂപേൻ്റെ ഉണ്ട്, 40ൻ്റെ ഉണ്ട്, 50ൻ്റെ ഉണ്ട്. അതിന് സ്മെല്ല് അനുസരിച്ചാണ് അതിന് വില വരുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. പക്ഷേ ഇതിന് 20 രൂപയുള്ളൂ കേട്ടോ. ഈ സ്പ്രേയിൻ്റെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ വൈറ്റ് ടൂത്ത് ഉണ്ട്, മസ്ക് ഉണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ സ്പ്രേ കളക്ഷൻസ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്മെല്ലുകളുടെ കാര്യം പറയുന്നത്. പിന്നെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ സ്മെല്ലുണ്ട്, പിന്നെ ഈ പറഞ്ഞ ചെമ്പകം, പിന്നെ ഒന്നുണ്ടല്ലോ ജാഗൂർ. ഇത്രയും സ്പ്രേകളുടെ സ്മെല്ല്. പിന്നെ ചോക്ലേറ്റൊക്കെ പക്ഷേ ലൈറ്റ് സ്മെല്ലാട്ടോ. എൻ്റെ ഗായ്സേ ഇത്രയും സ്മെല്ലുകൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എൻ്റെ യൂണിഫോം അലക്കിയാലും ഇതിൻ്റെ സ്മെല്ല് പോവില്ല, കാരണം അത്രയ്ക്ക് സ്മെല്ലായിരിക്കും. മാത്രമല്ല ഈ സ്പ്രേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൂശിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എൻ്റെ ബാഗിൽ എപ്പോഴും സ്പ്രേ മസ്റ്റാണ്. സ്പ്രേ ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്പ്രേ പൂശും. കാരണം എനിക്ക് വേർക്കുന്നത് മനുഷ്യ ശരീരമാണ്, വേർക്കും. ഓക്കെ, ഈ വേർപ്പ് മറ്റുള്ളവരുടെ വേർപ്പ് മണക്കുന്നതും ഇഷ്ടമല്ല, എൻ്റെ വേർപ്പ് എനിക്ക് മണക്കുന്നതും ഇഷ്ടമല്ല. അതായത് ഈ സ്മെല്ല്, ബാഡ് സ്മെൽസ് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കിപ്പോഴും നല്ലൊരു മണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ എന്താ പറയുക, പുറത്ത് സ്പ്രേ പൂശും. എല്ലാവരും സ്പ്രേ യൂസ് ചെയ്യുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിലടക്കം ഞാൻ സ്പ്രേ ഒക്കെ വെറുതെ കയ്യിലൊക്കെ തേച്ചിട്ട് നടക്കും കേട്ടോ. നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന്, മുഴുവനല്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കുന്ന ഒരു ഫ്രഷ്നെസ് നമുക്ക് തരും. അപ്പോൾ ഈ സ്പ്രേ എനിക്ക് യൂസ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ചീത്ത സ്മെല്ലോട് കൂടി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സ്, എല്ലാവരും അല്ല പറഞ്ഞാൽ, ചില ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് വൃത്തികെട്ട് സ്മെല്ല് വരും. അയ്യോ അവർ വന്ന് നിൽക്കുമ്പോൾ തന്നെ തല തട്ടിപ്പോവും ഗൈസ്. എനിക്കതുകൊണ്ട് അവരോട് പേഴ്സണലി അവർ ചിലപ്പോൾ നല്ലവരായിരിക്കും, പക്ഷേ എങ്കിലും അവരുടെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ അവരടുത്ത് വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറും. നമ്മുടെ തോളിലൊക്കെ വന്ന് കൈയിട്ട് നമ്മളെ കെട്ടിയൊക്കെ പിടിക്കും. ഞാൻ അതിൻ്റെ ശ്വാസം മുട്ടി നിൽക്കും. അവരോട് പറയുമ്പോഴേ അവരേത് രീതിയിൽ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിനക്ക് ചീത്ത സ്മെല്ലാട്ടോ, എന്നോട് വരില്ലേ, അങ്ങനെ പറയുമ്പം അവർക്ക് ചിലപ്പോൾ നമ്മളോട് ദേഷ്യമാവും, ചിലപ്പോൾ വിഷമാവും. അതുകൊണ്ട് നമുക്കത് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ അവനവൻ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് സ്മെല്ലുണ്ടോ, നമ്മൾ സ്പ്രേ തേക്കണോ, അതൊക്കെ നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരെ മുഷിപ്പിക്കാതെ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വന്തം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി സ്പ്രേ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലോട് കൂടി വരുന്നവരെ എനിക്കിഷ്ടമാണ്. നല്ലൊരു ഇമ്പ്രഷൻ തരും. മാത്രമല്ല സ്പ്രേ തേക്കുന്നതുകൊണ്ട് നമ്മൾ മുഴുവൻ വൃത്തിയായി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സ്പ്രേ തേക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തരും, നല്ലൊരു സ്മെല്ല് തരും. അപ്പോൾ എനിക്ക് സ്പ്രേ അടിക്കുന്നത് ഇഷ്ടമാണ്, സ്പ്രേ അടിച്ചവരെ ഇഷ്ടമാണ്. അങ്ങനെ സ്പ്രേ അടിച്ച് അപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും സ്പ്രേ വാങ്ങും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് വന്ന് അവരും വാങ്ങും. അങ്ങനെ ഞാൻ കാരണം മാറിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനൊരു സ്പ്രേ ഒന്നും അല്ല ഒരുമിച്ച് അടിക്കുന്നത്. ഞാൻ 2-3 സ്പ്രേ എൻ്റെ സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ടാവും. ഇപ്പോൾ വേറെ സ്പ്രേ ഒക്കെ അവിടെ എടുത്ത് വെച്ച് വെക്കുക. അപ്പോൾ എൻ്റെ ബാഗിൽ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഈ ഒരു സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് തീരുമ്പോൾ അടുത്ത സ്പ്രേ എടുക്കുള്ളൂ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ 2-3 സ്പ്രേ അടിച്ചിട്ട് പോകും. പിന്നെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് തേക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ, ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് എൻ്റെ കൂടെ വന്നിട്ട് അവർ സ്പ്രേ വാങ്ങും, അവർ സ്പ്രേ തേക്കും. എൻ്റെ ഫ്രണ്ട്സ് പറയും, ഞാൻ അടുത്തുനിന്ന് വരണ്ട, ഞാൻ അങ്ങ് അകലേന്ന് വരുമ്പോഴേ സ്മെല്ല് വരുമ്പോൾ മനസ്സിലാവും ഞാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം സ്പ്രേ അടിച്ച്
എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അതെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് തരുന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് വേറുള്ളവർക്കും കൂടി ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും. ഈ സ്മെല്ലുകൾക്ക് അങ്ങനെ ഒരു കഴിവും കൂടിയുണ്ട്. ഇപ്പോൾ ചീത്ത സ്മെല്ല് വരും, നമ്മളൊരാട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ചീത്തൊരു മണം വരുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം വരും. എനിക്കങ്ങനെയാണ്. കാരണം നമ്മളെല്ലാം നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ചീത്ത മണം വരുമ്പോൾ നമുക്ക് അവരോടുള്ളൊരു ഇമ്പ്രഷനും കൂടി അവിടെ പോകും. അപ്പം നല്ലൊരു സ്മെല്ലും കൂടി വരുമ്പോൾ അവരോടൊരു ഇഷ്ടം വരിക, അങ്ങനെയൊക്കെ. അപ്പം നമ്മളെ അടുത്തുനിന്ന് ഒരു ചീത്ത മണം, നമ്മുടെ അടുത്തുനിന്ന് ചീത്ത എന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പം ആ വർത്തമാനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്പ്രേ ഒക്കെ അടിച്ച് നല്ലൊരു മണവും കൂടി വരുവാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പം ഞാൻ പേഴ്സണലി സ്പ്രേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ സ്പ്രേയിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ അങ്ങനെ വരുമ്പോഴേ എല്ലാവർക്കും അറിയാം ഞാൻ വരുന്നുണ്ട്. പിന്നെ അടുത്ത് നിൽക്കുന്നവർ പറയും ഭയങ്കര കുത്തുന്ന സ്മെല്ലാ, ഏത് സ്പ്രേ അടിച്ചെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എൻ്റെ സ്പ്രേൻ്റെ ബ്രാൻഡൊക്കെ അറിഞ്ഞ് വാങ്ങുന്നവരുണ്ട്. മസ്കൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്പ്രേ ആണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കടയിൽ പോയിട്ട് തേടി പിടിച്ച് വാങ്ങുന്ന സ്പ്രേ ആണ്. ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കടക്കാരോട് പറയും കൊണ്ട് വെക്കണേ, ഞാൻ എന്തായാലും വരും വാങ്ങാമെന്ന് പറയും. ചിലരൊന്നും കൊണ്ട് വെക്കൂല ഗൈസ്. പിന്നെ ഇങ്ങനത്തെ സ്പ്രേ ഒക്കെ നമുക്ക് നോക്കി വാങ്ങേണ്ടതായിട്ടുണ്ട് ഗൈസ്. അപ്പം അതൊക്കെ പോട്ടെ, ഇതാണ് നമ്മുടെ സ്പ്രേയിൻ്റെ കഥ. ഈ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇതെന്താന്ന് മനസ്സിലായി. ഇത് കണ്ടിട്ട് എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതെന്താ സാധനം എന്ന്? മിഠായി ഒന്നും അല്ല കേട്ടോ, ഇതാണ് നമ്മുടെ നാരങ്ങയാണ്. അപ്പോൾ ഈ നാരങ്ങ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈവിൽ ഐസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും നാരങ്ങ. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഈവിൽ ഐസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നാരങ്ങ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു നാരങ്ങ സൂക്ഷിച്ചിരിക്കും. അപ്പം എൻ്റെ ഈ ബാഗ് കിടന്നിട്ട് എന്താണെന്നറിയില്ല, ഈ നാരങ്ങ ചീഞ്ഞു പോയില്ല. ഇതുണ്ടോ, എന്നോ എടുത്തിട്ട നാരങ്ങയാണ്. ഇതുണ്ടോ ഉണങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു നാരങ്ങ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. നമ്മുടെ കൂടെ ഒരു നാരങ്ങ ഉണ്ട്, നമുക്കത് സേഫ്റ്റി തരും. നമ്മൾ സേഫായിരിക്കും. അങ്ങനൊരു വിശ്വാസം, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നാരങ്ങ ബാഗിൽ വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഇതാണ്. അപ്പോൾ ഞാൻ വെച്ച നാരങ്ങ ഇത്രയും ചെറിയ നാരങ്ങ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ബാഗിൽ തന്നെ ഞാൻ സൂക്ഷിക്കും കേട്ടോ. ഈ നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലറ പൈസകൾ. കാരണം നമ്മൾ ബസ്സിൽ കയറി കഴിയുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ചില്ലറ പൈസ എന്തായാലും നമ്മുടെ കണ്ടക്ടർമാർ ചോദിക്കാതിരിക്കില്ല. അപ്പോൾ ടിക്കറ്റ് കൂടെ ചില്ലറ പൈസകളെ എൻ്റെ ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്. ഞാൻ ബാക്കി കുടുക്കയിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുണ്ടോ കുറച്ച് ചില്ലറ പൈസകളുണ്ട്. എത്ര രൂപയാണെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 രൂപ. 8 രൂപ ഇത് 8 രൂപ എൻ്റെ അടുത്തുണ്ട്. ആണോ ചില്ലറ പൈസകളുണ്ട്. ഞാൻ +1 +2 പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നമ്മുടെ അടുത്തുള്ള സ്കൂളല്ലായിരുന്നു, കുറച്ച് ദൂരമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ST എടുക്കണമെന്ന് 3 രൂപയായിരുന്നു ഇവിടെ തൊട്ട് നമ്മുടെ സ്കൂൾ വരെ കേട്ടോ. സ്കൂളിലേക്ക് കുറച്ച് നടക്കണമായിരുന്നു. അപ്പോൾ STക്ക് വന്നിട്ടുണ്ടായിരുന്നു 3 രൂപയായിരുന്നു പറഞ്ഞില്ലേ. അപ്പം 1 രൂപയ്ക്ക് എനിക്ക് ഭയങ്കര ക്ഷാമമായിരുന്നു. എന്നിട്ട് പാല് വാങ്ങുമ്പം ബാക്കി കിട്ടുന്ന പൈസ ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ പാലിന് 60 റുപ്പീസായി. അന്ന് 56 രൂപ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 60 റുപ്പീസായി ലിറ്ററിന്. അതുകൊണ്ട് തന്നെ ചില്ലറ പൈസ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില്ലറ പൈസയ്ക്ക് ഞാൻ എന്നിട്ട് ചോദിച്ചു വാങ്ങും കടക്കാരോടൊക്കെ, ചില്ലറ തരുമോ, ഉണ്ടെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അങ്ങനെ 1 രൂപയ്ക്കായിരുന്നു ഭയങ്കര ക്ഷാമം. 2 രൂപ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടും. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചിലപ്പോൾ അവർ തരുമോ. അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ കറക്റ്റ് പൈസ തന്നെ ഇവിടുന്ന് എണ്ണി പറിക്കും, ഞാൻ കറക്റ്റ് കൊണ്ടുപോകും, കറക്റ്റ് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം അതാണ് ചില്ലറ പൈസേൻ്റെ കാര്യങ്ങൾ. ഈ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പാരസിറ്റമോളാണ്. ഇത് വാങ്ങിയത് എന്തിനാ, ജലദോഷമായിട്ട് എങ്ങാണ്ട് വാങ്ങിയതാണ്. ഞാനത് എൻ്റെ ബാഗിലിട്ടു. പിന്നെ എൻ്റെ ബാഗിൽ തന്നെ എപ്പോഴും ഇത് ഉണ്ടാവും കേട്ടോ. പാരസെറ്റമോൾ അങ്ങനെ നമ്മൾ എപ്പോഴും എടുത്ത് തിന്നൊന്നുമില്ല കേട്ടോ. ഈ പാരസെറ്റമോൾ എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് കണ്ണെടുത്താൽ കാണുകയും ചെയ്യരുത്. എനിക്ക് ഈ ഇംഗ്ലീഷ് മരുന്നുകളേ എനിക്കിഷ്ടമല്ല. കാരണം ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ദോഷം ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. പക്ഷേ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജലദോഷം അധികമായിട്ടാണ് നമുക്ക് പനി പിടിക്കുക അല്ലേ. അപ്പോൾ ജലദോഷം വന്ന് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഹാഫ് നമ്മൾ കഴിക്കും. അപ്പം തന്നെ പനി നമ്മളിൽ നിന്നും വിട്ടുപോകും. കാരണം പെട്ടെന്ന് എഫക്റ്റീവ് ആണല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പാരസെറ്റമോളിൻ്റെ കാര്യമില്ല, അതൊക്കെ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് നമ്മുടെ പനീൻ്റെ മരുന്നൊക്കെ. ഇത് പിന്നെ എന്നോ വാങ്ങിയിട്ട ഒരു പാരസെറ്റമോളാണ്. എൻ്റെ ബാഗിൽ 2028 വരെ ഉണ്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കേട്ടോ. അപ്പോൾ എൻ്റെ ബാഗിൽ ഇതെപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോൾ ജലദോഷമൊക്കെ കൊണ്ട് കുറേ നാളായി, അന്ന് എന്നോ വാങ്ങിയിട്ടതാണ്. ഇപ്പോൾ എൻ്റെ ബാഗിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ കൈ കണ്ടില്ലേ, ഗായ്സ് മോസ്റ്റായിട്ട് വേർക്കാൻ തുടങ്ങി കൈ. എനിക്കിപ്പോൾ സ്വെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്താ എൻ്റെ പേര്, അസുഖത്തിന് എന്തോ ഒരു പേരുണ്ടല്ലോ, എന്തോ ഒരു ഫോബിയാണോ, എന്തോ ഒരു പേരുണ്ട്. കൈ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് അസുഖം. യെസ് ഗായ്സ്, എപ്പോഴും കൈയും അതെ കാലും അതെ. എൻ്റെ ശരീരം വേർക്കുന്നതിനേക്കാളും കൂടുതലും കൈയും കാലും എനിക്ക് എപ്പോഴും മോസ്റ്റ് എനിക്കും അതെ പൈങ്കിളിക്കും അതെ വേർക്കും കേട്ടോ. അപ്പോൾ കൈ കണ്ടോ വേർത്തിപ്പോൾ ഒഴുകുമെന്നാണ് തോന്നുന്നത്. ഇതെന്നാണെന്നറിയോ, അടുത്തെന്നാ നോക്കാം. അടുത്താണ് ടിക്കറ്റാണ് കേട്ടോ. ടിക്കറ്റൊക്കെ നനഞ്ഞു പോയി. ഇതുണ്ടോ, ടിക്കറ്റ് നനഞ്ഞു ഉണ്ടോ.
എൻ്റെ വേർപ്പ് പറ്റിയിട്ടാണ് ടിക്കറ്റ് നടന്നത്. ഇത് എന്തിൻ്റെ ടിക്കറ്റാണ് നോക്കട്ടെ. ബസ് ടിക്കറ്റാണ് ഇത്. ഇത്രയും നല്ല ഇഷ്ടംപോലെ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് പോട്ടെ, ഇഷ്ടംപോലെ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ പ്രിയദർശിനിയിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല ഗൈസ്. ഫ്രീ ആണല്ലോ നമ്മൾ സ്ത്രീകൾക്ക്. ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. കയറണം എന്ന് ആഗ്രഹമുണ്ട്. എന്നോട് ആരൊക്കെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കയറിയിട്ടില്ല ഗൈസ്. എന്തായാലും എന്തെങ്കിലും കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ വേറെ റൂട്ടിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ KSRTC ബസ് അവിടേക്കില്ല റൂട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് KSRTC ബസ്സിന് ഇതുവരെ വരാനും പറ്റിയിട്ടില്ല. അല്ലേ നമ്മൾ എപ്പോഴും KSRTC ബസ് കയറുന്നത്. ഇപ്പം സ്ത്രീകൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കയറിയിട്ടേ ഇല്ല. എന്താല്ലേ സാധാരണ അങ്ങനെ കേൾക്കുമ്പോഴാണ് എല്ലാവരും കയറാറ്. ഇങ്ങനെ കേട്ടിട്ട് നമ്മൾ കയറുന്നില്ല. എന്തൊരവസ്ഥയല്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ എന്തായാലും ഒരു ദിവസം എന്തായാലും നമുക്ക് കയറണം. വ്ളോഗ് എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പാരസെറ്റമോളിലൊരു ഇല്ലാത്ത കവറാണ്. പിന്നെ പുളിമിഠായി ഞാൻ വാങ്ങിയ ഇട്ടതാണ്. സാധാരണ ബാഗിൽ ഞാനൊന്നും ഇരിക്കാത്തതാണ്. ഇല്ലെന്നേ, ഇത്രേ ഉള്ളൂ. ഇംലി 50 പൈസയാണ് ഗൈസ്. ഇതൊരു 100 50 പൈസയാണ് നമ്മുടെ ഈ ഇംലിക്ക് കേട്ടോ. ഇത് ഞാൻ എന്നോ വാങ്ങിയപ്പോൾ എൻ്റെ ബാഗിനകത്ത് ഇട്ടതാണ്. ഇപ്പോൾ ഒരെണ്ണം ബാക്കി വന്നു. അങ്ങനെ കിടക്കാത്ത എങ്ങനെയാണെന്ന് ആർക്കറിയാം. അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് മിഠായി. പിന്നെ വന്നിരിക്കുന്നത് പിന്ന്, സേഫ്റ്റി പിന്നുകളുണ്ട്. കാരണം പിന്നിൻ്റെ ആവശ്യം എപ്പോഴാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ തന്നെ നമുക്ക് സംരക്ഷിക്കാനും അല്ലാതെ എന്താ പറയുക, നമ്മുടെ ഡ്രസ്സൊക്കെ അഥവാ കുത്തുവിട്ടാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് പിന്നെ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതെന്ത് കായാണെന്ന് എനിക്കറിയാം. എനിക്ക് എവിടുന്നോ കിടന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ എടുത്തിട്ടതാണ്. ഇതെന്ത് കായാന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞണ്ടിൻ്റെ ഇറുക്ക് കൈ പോലത്തെ കൈയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചുറ്റിന് മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് നട്ട് വെക്കണം കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ പൈങ്കിളിൻ്റെ 2 മൂക്കൂത്തിയാണ്. ഇതുണ്ടോ പങ്കന് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പങ്കൻ്റെ മൂക്കൂത്തിയാണ്. 2 ആന മൂക്കൂത്തികളുണ്ടോ, വലിയ മൂക്കൂത്തി. ഇത് പങ്കൻ്റെ ബർത്ത്ഡേക്ക് എങ്ങാണ്ട് മാറ്റാൻ പോയപ്പം എൻ്റെ കയ്യിലേക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ ബാഗിനകത്തിട്ട് പിന്നെ ഞാൻ മാറ്റിയില്ല, മറന്നുപോയി. അപ്പം ഇതേ 2 മൂക്കുത്തികളുണ്ട് പങ്കൻ്റെ കേട്ടോ. ഇതെന്തുവാണെന്ന് കഴുകിക്കൂടെ? എന്താ 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 പറയണോ? നീ പൊട്ടൻ എടോ, അത് പോ. അപ്പൊ ഗായ്സ് നോക്കട്ടെ ഇനി എന്തെങ്കിലും ബാഗിൽ ഇരുന്നിട്ടുണ്ടല്ലോ ഗൈസ്. മൂക്കൂത്തിക്കൊക്കെ മണം പിടിച്ചു. നാരങ്ങൊക്കെ ചത്തുപോയോ? എന്താന്ന് ജീവിപ്പിക്കേ അല്ല. പിന്നെ ഗായ്സ് അപ്പൊ നോക്കി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കള്ളിയിൽ കിടക്കുന്ന സാധനങ്ങൾ. ഒരു സാധനം കൂടി ഇടുക, ഒരു ടിക്കറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തേ വേറെ ഒന്നുമില്ല. ഓവർ. നമുക്ക് സെക്കൻഡ് കളിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് കളിയിലേക്ക് കിടക്കാം ഗായ്സ്. ഇതേ ഞാൻ സെക്കൻഡ് കളിയിലേ തുറന്നു ഗായ്സ്. മഴ ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. അതിന് മുമ്പൊക്കെ വീഡിയോ എടുത്തിട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതേ എടുക്കുന്ന ഈ സാധനമാണ്. ഇതെൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഗായ്സ്. ദിസ് ഇസ് നോട്ട് സ്പ്രേയർ. ഇത് സ്പ്രേ ഒന്നുമല്ല ഗായ്സ്. ഇതാണ് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറാണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും വാങ്ങി കഴിക്കുവാണെങ്കിൽ തന്നെ ഞങ്ങൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് കഴിക്കുള്ളൂ. സാനിറ്റൈസർ എപ്പോഴും കയ്യിലുണ്ടാവും. കാരണം സാനിറ്റൈസർ ഉള്ളത് നമുക്കൊരു സേഫ്റ്റിയാണ്. കണ്ടില്ലേ, ബാഗിൻ്റെ ഉള്ളിൽ കിടന്ന് ബാഗ് ലാസ്റ്റായിട്ട് ഇട്ടപ്പോൾ ബാഗ് മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴ നനഞ്ഞിട്ട് ഈ സാധനം കൂടി നനഞ്ഞത് പൂത്തു പോയതാണ് ഗായ്സ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഫുള്ള് ഇതേ തുരുമ്പല്ല കരിമ്പനടിച്ചെന്ന് പറയും. പേപ്പർ ഇതേ കരിമ്പനടിച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് മാറ്റിയിട്ടുണ്ട്. ഇനി എന്നാ ഉള്ളത് നോക്കാം. ഇനിയുള്ളതാണ് ഐസ്ക്രീം സ്റ്റിക്കർ. ഐസ്ക്രീം കഴിച്ചിട്ട് ഇതുണ്ടോ സ്റ്റിക്കൊക്കെ കണ്ടോ, തുരുമ്പെന്ന് പറയുന്നത്. എന്താ പേര്? എന്താ 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 പേര്? എന്താ പറയാ? എന്താ എടാ അതിന്റെ പേരെന്താ? തുരുമ്പെടുത്തല്ലെന്നല്ല, കരിമ്പനടിച്ചു. നീ പോടാ, കരിമ്പനടിച്ച് കഴിച്ചിട്ടുണ്ടോ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കർ ഉണ്ട്. പോണേട്ടോ കുഞ്ഞു പോക്കും. ഒന്നുമില്ല, അതിനൊന്നുമില്ല. അപ്പോൾ വീഡിയോ എടുക്കും. എന്റെ ദൈവമേ, ഈ സാനിറ്റൈസർ കണ്ട പങ്കൻ എപ്പോഴും സാനിറ്റൈസറാണ്. സ്പ്രേ മാറി നിൽക്കുന്ന സ്മെല്ലാണ് ഗൈസ് നമ്മുടെ സാനിറ്റൈസറിന് അല്ലേ. സ്പ്രേ മാറിക്കോ എങ്ങോട്ട്? ഇതിന്റെ തലയില് ഉണ്ടോ പാരസെറ്റമോളോട് ഏറ്റവും കൂടുതൽ തിന്നുന്ന പൈങ്കിളിയാ. വെറുതെ പറഞ്ഞാൽ കൂടി പോകും. ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് എപ്പോഴും
ഞാൻ അങ്ങ് എഴുന്നേറ്റ് എന്നെ വെറുതെ ബാധിക്കല്ലേ. ഗായ്സ് കണ്ടോ ഐസ്ക്രീം സ്റ്റിക്ക്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമോ ഐസ്ക്രീം വാങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കവറുകളൊന്നും നമ്മൾ ടൗണിലൊന്നും നമ്മൾ ഇടാൻ പാടില്ല. ഇപ്പം നമ്മുടെ സുൽത്താൻ ബത്തേരി ആണെങ്കിൽ തന്നെ അവിടെ നമ്മുടെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിക്ഷേപിക്കാൻ ചില സ്ഥലത്തുകളൊന്നും ഇല്ല ഗായ്സ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കവറും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഈ ഐസ്ക്രീം കഴിച്ചതിൻ്റെ സ്റ്റിക്ക് ഞാൻ എൻ്റെ ബാഗിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് പോട്ടെ. ഇനിയുള്ളത് എൻ്റെ ഫേവറേറ്റ് സ്പ്രേ ആണ് ജാസ്മിൻ. ഇതാ അടുത്ത സ്പ്രേ ആണ് നമ്മുടെ ജാസ്മിൻ. എൻ്റെ മോൻ ഇത് ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ലാണ് ഈ ജാസ്മിൻ. ഇതുപോലത്തെ വേറൊരു ജാസ്മിൻ ഉണ്ട്, അതെനിക്കിഷ്ടമല്ല. ഇതാണ് നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ല് വരുന്ന ജാസ്മിൻ. അപ്പം സ്പ്രേ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ജാസ്മിനും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സ്പ്രേ ഞാൻ +2 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഗായ്സേ ഒരു ഇങ്ങനത്തെ കുപ്പികളാണ് നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയത്. അത്രമാത്രം ഒരുപാട് കുപ്പികളുണ്ടായിരുന്നു. ആഴ്ച തന്നെ 2-3 സ്പ്രേ ഞാൻ വാങ്ങും ഗൈസ്, കാരണം സ്പ്രേ മസ്റ്റായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് പോട്ടെ, സ്പ്രേൻ്റെ കഥ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ ചീപ്പ് ഉറപ്പായിട്ടും അത്യാവശ്യമാണ്. കാരണം ഇപ്പം മുടിയും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ പറയേ വേണ്ട, ചീപ്പില്ലാതെ നമുക്ക് പറ്റില്ല. കാരണം ഇവിടുന്ന് മുടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നതെങ്കിലും കാറ്റടിച്ച് കഴിയുമ്പോഴേക്കും മുടീൻ്റെ കാര്യം ഇങ്ങനെയായിപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചീപ്പുണ്ട്. ഇത് പെൻ ചീപ്പാണ് കേട്ടോ. പെൻ പോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊളുത്തി വെക്കാം. എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ ഞാൻ കൊളുത്തി വെക്കും. ഇപ്പം മുമ്പ് ഞാൻ ഈ ബാഗിൽ തന്നെയല്ലേ ഇടാം. അപ്പം ചീപ്പ് പോയി. ഇനി അടുത്തതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. ഇത് നമ്മുടെ ലിപ്സ്റ്റിക്ക് മീൻസ് ഇതാണ് ലിപ്സ്റ്റിക്ക് പെൻസിലാണ് കേട്ടോ. മുമ്പത്തെ ലിപ്സ്റ്റിക്കൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ പിന്നെ ലിപ്സ്റ്റിക്ക് പെൻസിൽ ഞാൻ വാങ്ങിയത് നമ്മളെ കലാജാഥയ്ക്ക് പോകുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മളവിടെ മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കലാജാഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് കാണുന്നത്. ഇതിന് 50 റുപ്പീസാണ്. അപ്പം ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ വാങ്ങിട്ടോ. അപ്പം ആ കടയിൽ ഇതിന് 70 രൂപയായിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് 70 രൂപയ്ക്കുള്ളത് വാങ്ങി. പിന്നെ നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോഴാണ് ഇതിന് 50 രൂപയാണെന്ന് അറിയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് എന്താണ് ഓരോ വില എന്ന് നമുക്ക് ബെസ്റ്റ് അറിയത്തില്ല. എൻ്റെ ഈ കാലമാടനൊക്കെ ജീവനുണ്ട് ഗൈസ്. ഇതിനെ മനുഷ്യനെ ഇങ്ങനെ കുനിയിക്കുന്നു. ഞാൻ കുനിയാൻ ഇഷ്ടമല്ല ഗൈസ്. അപ്പം ഇത് നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് ഗായ്സ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വയലറ്റ് കളറാണ്. അപ്പം എന്താ പറയുക, ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് സ്റ്റിക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പെൻസിൽ അപ്പോൾ അത് ശരിക്കും പെൻസിൽ, കളർ പെൻസിൽ പോലെയല്ലേ ലിപ്സ്റ്റിക്കാണ് ഗായ്സ്. ഇതിൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അടപ്പിനൊരു പ്രശ്നമുണ്ട്. കണ്ടില്ല, അടപ്പ് കണ്ടോ പൊട്ടിപ്പോകുന്നത്. അതാണ് ഈ അടപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ചീപ്പിൻ്റെ വില പറഞ്ഞില്ലല്ലോ, ഇതിന് 10 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നേ. അപ്പോൾ അതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ കഥ. എന്തായാലും എൻ്റെ ബാഗിൽ ലിപ്സ്റ്റിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവാതിരിക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇപ്പോൾ വർക്കും ആവുന്നില്ലേ, ഇതുണ്ടല്ലേ, ഈ സാധനം ഒടിഞ്ഞു പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ലിപ്സ്റ്റിക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്ക്, നമ്മുടെ ഈ ഡാർക്ക് ബ്രിക്ക് കളർ, റെഡ് അല്ല, ബ്രിക്ക് പോലത്തെ. ഇപ്പം ഞാൻ എൻ്റെ ലിപ്പിലിട്ടിരിക്കുന്ന ബ്രിക്ക് പോലത്തെ ബ്രിക്ക് തന്നെ, അതിൽ വയലറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കളർ കിട്ടണമെങ്കിൽ നമുക്ക് വയലറ്റും ബ്രിക്കൊക്കെ കൂടി മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലൊരു നിറം കിട്ടും. പിന്നെ ന്യൂഡ് ഷെയ്ഡുകൾ പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം ന്യൂഡ് ഷെയ്ഡിനോട് വലിയ താല്പര്യമില്ല. കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള, കുറച്ച് ബ്ലാക്ക് കൂടി വരുന്ന കളേഴ്സാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളേഴ്സാണ് നമുക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇപ്പോൾ ഓർക്കാണ് അന്ന് ഇത് വാങ്ങണ്ടായിരുന്നു ചിന്തിക്കുവാണ് ഗൈസ്. ഇതിന് 100 റുപ്പീസാണ് ഈ ഒരെണ്ണത്തിന് കേട്ടോ. ഇതിന് 50 റുപ്പീസേ ഉള്ളൂ. പിന്നെ അടുത്ത് നമ്മുടെ ലിപ് ബാം മസ്റ്റാണ്. കാരണം നമ്മുടെ ലിപ്പ് എപ്പോഴും നമ്മുടെ ലിപ്പ് എന്ന് പറയുമ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ലിപ് ബാം ഈസ് ഗുഡ്. ഇത് ഞാൻ കലാജാഥയ്ക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയമുണ്ട്. എപ്പോഴും കയ്യിൽ നിന്ന് ഇങ്ങനെ ജീവനെ പറഞ്ഞില്ലേ, എൻ്റെ സ്വഭാവമാണ്, ചാടി പോകുന്നുണ്ടല്ലേ, ഒരു സ്ഥലത്ത് നിൽക്കില്ല ഒരിക്കലും. അയ്യോ, ഇത് കണ്ടോ, നമ്മുടെ സ്ട്രോബെറി ഫ്ലേവറാണ് ഗൈസ്. സ്ട്രോബെറി ഫ്ലേവറാണ്. ഇതിൽ മണ്ണൊക്കെ പറ്റി ഗൈസ്. ഇത് 2028 വരെയുണ്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്. ഇതിന് എത്ര രൂപയാണെന്ന് ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ ഗൈസ്.
എനിക്ക് തോന്നുന്നു ഇതിന് 40-50 കൊണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും പോട്ടെ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത്. വളരെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഹിമാലയൻ്റെ യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഗൈസ്. ഇത് കണ്ടോ, ഒരു പിന്നിൻ്റെ അവസ്ഥ കണ്ടോ, തുരുമ്പൻ എടുത്തുപോയി. അതിന് കുത്തുന്ന സാധനമില്ല, അതിന് പിന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പോട്ടെ. ഇതാണ് നമ്മുടെ പിന്നിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നമുക്ക് സെക്കൻഡ് കള്ളി നമ്മളങ്ങനെ ഓവറാക്കിയിട്ടുണ്ട്. ഈ സെക്കൻഡ് കള്ളി ഇനി നമ്മൾ അടുത്തതായിട്ട് തേർഡ് കള്ളിയാണ് ഗൈസ് തുറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തേർഡ് കള്ളി എന്ന് പറയുമ്പോൾ എൻ്റെ ബാഗ്, ഇതാണ് എൻ്റെ വാലറ്റ് എന്ന് പറയുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ വേറൊരു കുഞ്ഞ് പോക്കറ്റ് ഉണ്ട്. പക്ഷേ ഈ പോക്കറ്റിൽ എന്തെങ്കിലും ഇട്ടാൽ തന്നെ ആ ചാടി ഇപ്പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ പോക്കറ്റ് ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ പോക്കറ്റിൽ വരുന്ന എൻ്റെ വാലറ്റ്. അപ്പോൾ എൻ്റെ വാലറ്റ് നിങ്ങൾ കാണുമ്പോൾ ഓർക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കണക്കിന് പൈസ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നോ ഗൈസ്, എൻ്റെ ബാഗിൽ ഒരിക്കലും പൈസ ഇരിക്കില്ല, അതറിയാമല്ലോ. അഥവാ ഇത്രയെല്ലാം കുറച്ച് പൈസ വന്നാൽ തന്നെ പിന്നെ പെട്ടെന്ന് എനിക്ക് എടുക്കേണ്ടതായിട്ടുള്ള ചാൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വാലറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിവിടെ അടയ്ക്ക പറിക്കില്ലേ, അടയ്ക്ക പറിക്കുമ്പം അടയ്ക്ക നമ്മൾ പച്ചയ്ക്ക് പൊളിച്ചിട്ട് കടയിൽ കൊടുക്കും. അല്ലാതെ നമ്മൾ ആ അടയ്ക്ക ഉണക്കിയിട്ട് എന്താ അതിന് പറയാ, പാക്ക് അല്ലേ, പാക്കെന്നാണോ പറയുന്നത്? തോന്നുന്നു അല്ലേ. നമ്മളതിന് പാക്ക് എന്തെന്ന് ഇപ്പോൾ പറയാ, കൊട്ടടക്കില്ലേ, അടയ്ക്ക ഉണക്കിയിട്ട് കൊടുക്കില്ലേ, അങ്ങനെയാണെങ്കിൽ സാധാരണ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. അല്ലാതെ നമ്മൾ കവുങ്ങിൽ നിന്ന് പച്ച അടയ്ക്ക പറിച്ചിട്ടിട്ട് ആ അടയ്ക്ക പൊളിച്ചിട്ട് നമ്മൾ കടയിൽ കൊടുക്കും കേട്ടോ. അതിന് നല്ല ക്യാഷാണ്. എനിക്ക് തോന്നുന്നു ഉണക്കി അടയ്ക്കാൻ തോന്നുന്നു അതിലും ക്യാഷ് കിട്ടാം. അപ്പോൾ എന്തായാലും നമ്മൾ അടയ്ക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ വ്ളോഗ് ഇടാവേ. വ്ളോഗ് ഇട്ടിട്ടുണ്ട് മുമ്പ്, കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം സാറ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കുട്ടിമണി ആരുടെയെങ്കിലും ഒരു ഇലയാണെങ്കിൽ മതി, അവൻ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയാലോ ഗായ്സ്. അപ്പം നോക്ക്, നമ്മുടെ ഈ ബാഗ് അങ്ങനെ അടയ്ക്ക കൊടുത്തിട്ട് ആ അടയ്ക്കയ്ക്ക് കിട്ടിയ പൈസയ്ക്ക് മമ്മ വാങ്ങി തന്നതാണ് ഞങ്ങൾക്ക് ഈ ബാഗ്. ഇങ്ങനത്തെ കൂട്ട് 3 ബാഗ്. ഇതുപോലത്തെ അല്ല, ഇതിൻ്റെ വേറെ ഡിസൈൻ ഉണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു 180 റുപ്പീസ് ആയിരുന്നു ഈ ബാഗിന് ഞാനന്ന് വാങ്ങുമ്പം. വാവാറ്റിക്കും പൈങ്കിളിക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പേഴ്സ് ചീത്തയായിപ്പോയി. പിന്നെ വാവാറ്റിൻ്റെ ബാഗ് പേഴ്സ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സാണ് ഗൈസ്. ഇത് വാങ്ങിയതെന്നാ വാങ്ങിയത്, ഇത് 2-3-4 വർഷമായി തോന്നുന്നു ഗൈസ്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കുറേ നാളായി ഈ ബാഗ് എൻ്റെ കയ്യിൽ കൂടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. കാരണം എൻ്റെ പൈസയൊക്കെ ഞാൻ സൂക്ഷിക്കുന്നത് ഇതിലാണേ. ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ബട്ട് ഈ പോക്കറ്റിൻ്റെ ഈ ശൃംഗി കണ്ടില്ലേ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രസ്സാവില്ല, അത് കേടായെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ ഒന്നും ഇടാറില്ല, ഒന്നും ഇട്ടിട്ടും കാര്യമില്ല, കാരണം ചാടിപ്പോവും, കാരണം അനുഭവമുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എൻ്റെ ഫോട്ടോസ് ഞാൻ വെക്കാറില്ല. പിന്നെ എന്തുണ്ട്, നമ്മുടെ ബാഗിൻ്റെ കാലാവധി കഴിയാനായി നമ്മുടെ ബാഗ് കീറിയിട്ടുണ്ട്. ഇവിടെ കുറേ വർഷമായി ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വല്ലത് നമ്മുടെ കാർഡുകൾ എന്തെങ്കിലും വെക്കാൻ പറ്റും. കാർഡുകളൊന്നും ഞാൻ അവിടെ വെക്കില്ല, കാരണം എനിക്ക് ഈ ബാഗിൻ്റെ പുറത്തൊന്നും വെക്കുന്നത് ഇഷ്ടമില്ല. കാരണം ചാടിപ്പോകുന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ഞാൻ വെക്കാറില്ല. പിന്നെ ഇനിയാണ് നമ്മുടെ സാധനങ്ങൾ വരാൻ പോകുന്നതുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാർഡുകളൊക്കെ കാണുന്നുണ്ട്. ആ കാർഡുകൾ എടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചില്ലറ പൈസ കാണുന്നുണ്ട്. ഒരു 2 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നതുള്ളത്, പിന്നെ ഒരു 2 രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ കുറേ ക്രെഡിറ്റ് കാർഡുകൾ ഗായ്സ് എൻ്റെ അടുത്ത് കാണുന്നുണ്ടല്ലോ ഗായ്സ് നിങ്ങൾ. ഗായ്സ് അപ്പം നോക്ക്, എൻ്റെ അടുത്ത് ഒരുപാട് കാർഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും അല്ലേ. ഇതെന്ത് കാർഡാണെന്ന് മനസ്സിലായി ഗായ്സ്. യെസ്, നമ്മുടെ ATM കാർഡുകളാണ്. ഇത് 4ഉം എൻ്റെ അല്ല. ഇതിനകത്ത് 4 എണ്ണം എൻ്റെ അല്ല, ഇതിനകത്ത് 2 എണ്ണമാണ് ഗായ്സ് എൻ്റെ ഉള്ളൂ. ഇതും പിന്നെ ഇതുമാണെന്ന് തോന്നുന്നു. ഏതോ 2 എണ്ണം. അത് നമ്മുടെ കാർഡിനകത്ത് നമ്മുടെ പേരുണ്ടാവുമല്ലോ. 2 എണ്ണം എൻ്റെ, 2 എണ്ണം മമ്മേൻ്റെ കാർഡും എപ്പോഴും എൻ്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പം 2 ATM കാർഡ് എൻ്റെയാണ്, നമ്മുടെ 2 ബാങ്കിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം ഞാനാണ് സൂക്ഷിക്കാറുള്ളത് എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ. എന്നിട്ട് എപ്പോഴും മമ്മ വന്നിട്ട് എൻ്റെ ATM കാർഡ് എവിടെ, നിൻ്റെ അടുത്ത് വന്നു എന്നോട് എപ്പോഴും വന്നിട്ട് പറയാം. എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് പോവും. എന്നിട്ട് പിന്നെ കണ്ടില്ലെങ്കിൽ എന്നെയാണ് ഗൈസ് എപ്പോഴും കുറ്റം വെക്കാറുള്ളത്. അതുകൊണ്ട് എൻ്റെ മമ്മേൻ്റെ സാധനങ്ങളൊന്നും എനിക്ക് എടുക്കുന്നത് എനിക്ക് പേടിയാണ് ഗൈസ്. പിന്നെ എന്താ മ്യൂവി നമ്മുടെ എന്താ റെഡ്മീൻ്റെ ഒക്കെ ഇതില്ലേ, എന്തോ അത്. പിന്നെ എന്താ, ഇത് കറണ്ട് ബില്ലാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഇത് ഏതോ കാലത്തെ ഒരു കറണ്ട് ബില്ല് എന്തോനോ ആവശ്യത്തിന് കിട്ടി. ഇപ്പം എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചാണ്. ദെൻ ഇതെന്താ നോക്കട്ടെ,
ഇതെന്താ സാധനം? ഇതെന്താ ഗായ്സ്? ഇതെന്താന്നൊന്നും എഴുതിയിട്ടില്ല ഗായ്സ്. നോക്കട്ടെ ഇതെന്താന്ന്. ഇത് ബാങ്കിൽ അടച്ചതിൻ്റെ റെസിപ്റ്റാന്ന് തോന്നുന്നു. ബാങ്കിൽ പൈസ അടച്ചതിൻ്റെ റെസിപ്റ്റാണ് ഗായ്സ് ഈ കാണുന്നത്. ഓക്കെ, അതും പോട്ടെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബാഗിൻ്റെ ഈ വാലറ്റിൻ്റെ ഫസ്റ്റ് കളിയിലുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് കളിയിലുള്ളത് ഇതേ ആകെയുള്ളത് ഒരു 30 രൂപയുണ്ട് ഗായ്സ്. ആ 30 രൂപയും ഞാനിതവിടെ മാറ്റി വെച്ചു. പിന്നെ ഉള്ളത് എന്താ? ഇതെന്താ സാധനം? കീറിയും പോയി. എന്തോ പേപ്പറായിരുന്നു, അതിൻ്റെ എഴുത്തൊക്കെ പോയിട്ടുണ്ട്. ഒരു കാലി പേപ്പർ. പിന്നെ ഇതേ കുറേ പേപ്പറുകൾ. ഇത് എന്തോരം പേപ്പറുകളല്ലേ. ഇതെന്താ ടിക്കറ്റാന്ന് തോന്നുന്നു. ഇത് ടിക്കറ്റാ. ഇത് ഞങ്ങള് എവിടെ പോയപ്പോഴുള്ളതാ പോലും. എപ്പോഴും ഈ ബാഗ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇത് എവിടെയോ ലോങ് ഡ്രൈവിന് പോയപ്പോൾ, ലോങ് ട്രിപ്പിന് പോയപ്പോൾ കിട്ടിയതാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. 2 ടിക്കറ്റുകൾ. അത് പോട്ടെ. ഇത് കണ്ടോ ബാഗിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്? ഫുള്ള് കണ്ടോ? നമ്മുടെ ഓഗീൻ്റെ ഒക്കെ പേഴ്സൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൂമ്പാറ്റയൊക്കെ പറക്കുന്നത്? അതേപോലെ പറക്കുമെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ബാഗ് കീറി. ഇനിയിപ്പോൾ ഈ ബാഗ് മാറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടോ ബാഗ് മുഴുവനും ഗൈസ് കീറി. എനിക്ക് വിഷമാവുന്നു. ഇനിയിപ്പോൾ എന്തോരം ബാഗ് എനിക്ക് വാങ്ങിയാലേ. ഈ ബാഗ് കണ്ടോ, ഇതിൻ്റെ പുറമേ കാണുമ്പോൾ എന്ത് രസമാണ്. പക്ഷേ അകത്ത് ഇത്രയും കീറിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുമോ? എന്തൊരവസ്ഥയല്ലേ മമ്മേ. കണ്ടോ അമ്മ പക്കറ്റും കൊണ്ട് പോകുന്നത്. ഇത് നോക്കിക്കുക ഗായ്സ്, ഇതിൻ്റെ ഉള്ളിൽ ഇത് കീറിയെന്ന് കാണുമ്പോൾ എനിക്ക് വിഷമമാവുന്നു. പക്ഷെ എന്തിനും ഒരു കാലാവധി, നമുക്കടക്കം ഒരു കാലാവധി ഉണ്ട് അല്ലേ. അപ്പം എന്തിനും ഒരു കാലാവധി ഉണ്ട്. അപ്പം അത് പോട്ടെ, എന്തായാലും പോട്ടെ. ഇനി നോക്കാം, ആ കളീൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ലേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്നാ നോക്കാം. ഒരു ടവലുണ്ട്. പിന്നെ കലാജാതയ്ക്ക് പോയപ്പോൾ നമ്മൾ ലാസ്റ്റ് നിന്നൊരു വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ വീട്ടിൽ നിന്ന് അവർ കുറേ ചെമ്പകപ്പൂക്കൾ കൊണ്ടുവച്ചായിരുന്നു. അപ്പം ഞാൻ 2 ചെമ്പകം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചെമ്പകത്തിൻ്റെ കോലമാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഫുള്ളും സ്മെല്ലൊന്നുമില്ല, ഉണക്കമണമാണ്. ഫുള്ളും കണ്ടില്ല, ഉണങ്ങി ബോറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വയ്ക്കാം. പിന്നെ ഒരു പിന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബാഗ് നിറച്ച് പിന്നാന്ന് തോന്നുന്നു. അത്യാവശ്യത്തിന് നോക്കുമ്പോൾ ഈ പിന്നൊന്നും കാണില്ല. ഈ ബാഗിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ ആവശ്യത്തിന് എന്തെങ്കിലും തപ്പിക്കഴിഞ്ഞാൽ ആ സാധനം ഈ ബാഗിൻ്റെ ഉള്ളിൽ കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി അത് ശരിക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതാണ് ഈ ബാഗിൻ്റെ വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ ടവൽ, അത് ഗൈസ് നമുക്ക് വിട്ടുവയ്ക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം ടവൽ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു സാധനമാണ്. എസ്പെഷ്യലി എൻ്റെ കയ്യിൽ എപ്പോഴും ടവലുണ്ടാകും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് ടവലും കൊണ്ട് വരാതിരിക്കില്ല. പിന്നെ ബാഗിൻ്റെ ഉള്ളിൽ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ടവൽ ഞാൻ സൂക്ഷിക്കും. കാരണം ടവലില്ലാതെ നമുക്ക് പറ്റില്ല. കാരണം പണ്ട് മുതലേ ടവൽ പിടിച്ച് ശീലിച്ചു പോയി. ഏത് സിറ്റുവേഷനിൽ നമുക്ക് ടവൽ യൂസ്ഫുൾ ആവാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ടവൽ യൂസ് ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ ടവൽ യൂസ് ചെയ്യുന്ന എൻ്റെ സ്വഭാവമാണ്. ടവലിന് നല്ല സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം മുഴുവനും നമ്മുടെ ചെമ്പകത്തിൻ്റെ മുല്ലപ്പൂവിൻ്റെ സ്പ്രേൻ്റെ ഒക്കെ സ്മെല്ലായിട്ട് ഫുള്ള് സ്മെല്ല്, നല്ല സ്മെല്ല് കേട്ടോ. അപ്പം നോക്കിയേ, ഇത്രയാണ് ഗായ്സ് എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ ഞാൻ സൂക്ഷിക്കാറുള്ളൂ. ഒന്നും ഗായ്സ് നിങ്ങളൊന്ന് വെറുതെ നോക്കി എന്തൊക്കെ സാധനങ്ങളല്ലേ ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, കാണുന്നുണ്ടോ? കണ്ടോ ഇത്രേ സാധനങ്ങൾ കണ്ടോ എൻ്റെ ബാഗിലൂടെ. വെച്ചാൽ പൊസിഷൻ ശരിയാണോന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എൻ്റെ ബാഗിലുണ്ട്. അപ്പോൾ മനസ്സിലായാലോ എൻ്റെ ഈ ബാഗിൻ്റെ ഉള്ളിൽ നിധിയൊന്നുമില്ല. പൈസ കണ്ടോ, പൈസ പോലും ഇല്ല ഗൈസ്. ഓൺലി 30 rupees ലെഫ്റ്റ്. വേറൊരു സാധനങ്ങളും എൻ്റെ ബാഗിനകത്ത് ഇല്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്തോ കുറേ സാധനങ്ങളുണ്ട്, കഴിക്കാനുള്ളതുണ്ട്, കുറേ പൈസ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളവരുണ്ടാവും. കണ്ടില്ലേ, ഒന്നും എൻ്റെ ബാഗിൽ ഇല്ല ഗൈസ്. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിനകത്തുള്ളൂ. അപ്പോൾ ഗായ്സ് നിങ്ങളുടെ ബാഗിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാവർക്കും നിങ്ങൾ സൂക്ഷിക്കാം. അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും എനിക്ക് ആവശ്യമായിട്ടുള്ളതില്ല. ഇപ്പം എൻ്റെ ബാഗിലേക്ക് പുതുതായിട്ട് വേണ്ടത് എനിക്ക് വാലറ്റ് ഒന്ന് മാറ്റണമെന്നുണ്ട്. പിന്നെ ഈ ബാഗ് എനിക്കിത് കഴിഞ്ഞ അവിടെ കൊണ്ടുപോയിട്ട് അലക്കാനിടണം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. ഇനിയിപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇനി എവിടെ വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ബാഗ് കഴുകാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാഗ് ഉണങ്ങി കിട്ടുമ്പം ഈ വെച്ച സാധനങ്ങളെല്ലാം കാണാതാവും. അതാണ് ഈ വീടിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. ഒരു സാധനം നമ്മൾ വെച്ച സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനൊരു വലിയ കാര്യമുണ്ട്. പിന്നെ എൻ്റെ ഈ പേഴ്സിനകത്ത് ഞാൻ എത്ര പൈസ കൊണ്ടുവച്ചാലും പൈസ ചില്ലറകളൊക്കെ ഒന്നിനുണ്ടൊക്കെ കിടക്കും. പക്ഷെ പൈസ അധികം കാശ് എൻ്റെ ഈ ബാഗിലുണ്ടാവില്ല. വേഗം തന്നെ പൈസ എടുത്ത് ചിലവാക്കേണ്ടി വരും. ഇങ്ങനെ ചെറിയ ചില്ലറകളൊക്കെ എന്തെങ്കിലുമൊക്കെ
കയ്യിലുണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ ഇപ്പോൾ തപ്പിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ പോക്കറ്റിലേക്ക് അങ്ങ് ഇടും. പിന്നെ മാത്രമല്ല നമ്മൾ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഫോണോ സാധനങ്ങളോ എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മുടെ പൈസയും കൂടെ ചാടും. അതുകൊണ്ട് തന്നെ എനിക്ക് പോക്കറ്റിലിടാൻ എനിക്ക് പേടിയാണ്. പക്ഷെ ആ തിരക്കിൽ ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് അങ്ങോട്ട് വെക്കും. പിന്നെ പെട്ടെന്ന് അത്യാവശ്യ ഘട്ടം വരുമ്പോൾ വെറുതെ തപ്പി നോക്കുമ്പോൾ പൈസ കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങളും ഗായ്സ് എനിക്കുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളാണ് ഗായ്സ് നമുക്കപ്പോൾ നമ്മുടെ ബാഗിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ബാഗിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കുന്നതെന്ന് പറയാൻ മറക്കല്ല. ഇത് ആക്ച്വലി ഈ വീഡിയോ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ചെയ്യണമെന്നൊക്കെ ഓർത്തതാണ്. പക്ഷേ എൻ്റെ ഈ ബാഗ് എനിക്ക് അർജൻറ്റായിട്ട് കഴുകിയിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേഗം വന്നിട്ട് ഗായ്സ് ഈ എൻ്റെ ബാഗിലുള്ള സാധനങ്ങളെ മുഴുവൻ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങൾ തന്നെ എൻ്റെ ബാഗിലുള്ളൂ. ഇപ്പോൾ കൂടുതലായിട്ടും ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മിഠായിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാഗിൽ കിടക്കില്ല. ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് കിടന്നതാ. കാരണം ബാഗ് എന്ന് പറയുമ്പോൾ ഗൈസ് മിഠായി ആണ്. അമ്മച്ചിയൊക്കെ പണ്ട് കളരിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മച്ചി ബാഗ് എടുത്ത് വെക്കാൻ നേരത്തെ ഇങ്ങനെ കിരീരി എന്നുള്ള ഒച്ച വെക്കും. അപ്പം ഞങ്ങൾ പോയി നിൽക്കും. അപ്പോൾ അമ്മച്ചി മിഠായി എടുത്ത് തരും. അപ്പോൾ അമ്മച്ചി ബാഗ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് മിഠായികളാണ് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, മുഴുവൻ ഇരുണ്ട് മൂടി. ഇപ്പോൾ മോസ്റ്റായിട്ട് മഴ പെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് മിഠായികളൊക്കെ എനിക്ക് വാങ്ങിയിടണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം എൻ്റെ കാര്യമല്ലേ, ഞാനല്ലേ വേറെ ആൾക്കാരെൻ്റെ ബാഗിൽ നിന്ന് മിഠായി എടുത്ത് കഴിക്കും ഗൈസ്. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയുടെ ഗൈസ് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമില്ലയോ എന്ന് പറയാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.